വോട്ടോഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2019 കക്ഷി നിലയാണ് നമുക്ക് അറിയേണ്ടത്. ആ കക്ഷി നിലയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. 543 സീറ്റുകൾ ആകെയുള്ളതിൽ NDA അന്ന് സ്വന്തമാക്കിയത് 353 സീറ്റുകളാണ്. വലിയൊരു ഭൂരിപക്ഷം. ആ 353 ഇക്കുറി 400 കടത്തുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നത്. അന്ന് UPA ഒതുങ്ങിയത് 100-ൽ താഴെ സീറ്റുകളിലേക്കാണ്. 91 UPAക്ക് ലഭിച്ചത്. നോക്കൂ, മറ്റുള്ളവരെല്ലാം കൂടി മറ്റ് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് സ്വന്തമാക്കിയത് 99 സീറ്റുകളാണ്. ഇതാണ് 2019 മുന്നണികൾ തിരിച്ചുകൊണ്ടുള്ള കക്ഷിനില. ഈ കക്ഷിനിലയുടെ ഒരു വിശദാംശങ്ങൾ, അതിന്റെ കൃത്യമായ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ അത് പരിശോധിച്ചാലേ ഇത്തവണത്തെ സാധ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. പാർട്ടികൾ തിരിച്ചുള്ള, മുന്നണി തിരിച്ചുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പാർട്ടി തിരിച്ചുള്ള സീറ്റ് നിലയിലേക്ക് നമുക്ക് വരാം. പാർട്ടികൾ തിരിച്ചുള്ള സീറ്റ് നില എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ BJP നോക്കൂ, 303 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJP വിജയിച്ചു കയറി. അതിൽ നിന്ന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇക്കുറി ഉള്ള ചോദ്യം. പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിന് നേരെയാണ്. 52 സീറ്റുകളിലാണ് 2019 കോൺഗ്രസ് ഒതുങ്ങിയത്. അത് നില മെച്ചപ്പെടുത്തി 250ലേക്ക് അല്ലെങ്കിൽ 200 കടക്കുക എന്നൊക്കെ പറയുന്ന വലിയൊരു പ്രൊജക്ഷനാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആകെ എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് എന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. DMK 24 സീറ്റുകളിലാണ് 2019 വിജയിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റുകളിൽ, ഇക്കുറി 42 സീറ്റിലും തൃണമൂൽ മത്സരിക്കുന്നുണ്ട്. YSRCPക്ക് 22 സീറ്റുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ശിവസേനയ്ക്ക് 18, JDU 16, BJD 12, BSP 10, TRS 9, LJP 6, NCP 5, SP 5, CPIM 3, മുസ്ലിം ലീഗ് 3, NCP 3, TDP 3, CPI 2, AIMIM OICയുടെ പാർട്ടിക്ക് 2, അപ്നാദളിന് 2, ശിരോമണി അകാലിദളിന് 2, മറ്റുള്ളവർ 15, സ്വതന്ത്ര 4. ഇങ്ങനെയാണ് പാർട്ടികൾ തിരിച്ചുള്ള അന്നത്തെ സീറ്റ് പൊസിഷൻ നിന്നത്. ഇനി നമുക്ക് തെക്കേ ഇന്ത്യയിലേക്ക്, മിഷൻ സൗത്ത് ആണ് ഇപ്പോൾ BJP വലിയ രീതിയിൽ അവകാശപ്പെടുന്നത്. ആ മിഷൻ സൗത്തിൽ പെടുന്നതാണ് കേരളവും. അപ്പോൾ നമുക്ക് തെക്കേ ഇന്ത്യയുടെ കണക്ക് കൃത്യമായ വോട്ടോഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലാകെയുള്ള 20 സീറ്റുകളിൽ നോക്കൂ, നമുക്കറിയാവുന്ന കണക്കാണ്. UDF 19 സീറ്റുകളിൽ വിജയിക്കുന്നു. LDF 1 സീറ്റിലും വിജയിച്ചു. ഇപ്പോൾ കേരള കോൺഗ്രസ് മുന്നണി മാറി LDFനൊപ്പമാണ്. അതുകൊണ്ട് നിലവിലെ ടാലി എന്ന് പറയുന്നത് 18-2 എന്നുള്ളതാണ്. NDAക്ക് അക്കൗണ്ട് ഒന്നും തുറക്കാനും കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നമ്മുടെ അയൽപ്പക്കമായ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാകെയുള്ളത് 39 സീറ്റുകളാണ്. തമിഴ്നാട്ടിലെ കണക്കിലേക്ക്, കേരളത്തിൽ നിന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണം. തമിഴ്നാട്ടിൽ 39 സീറ്റുകളാണ് ഉള്ളത്. അതിൽ വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് DMK ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും. മറ്റ് കക്ഷികളുമൊക്കെ ഒപ്പം ചേർന്ന് DMKയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം ഇത്തവണ എത്ര പിടിക്കുമെന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ടാലി ഇതാണ്. തമിഴ്നാട്ടിൽ 39 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ DMKക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 24 സീറ്റുകളാണ്. കോൺഗ്രസിന് 8 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. CPIMന് 2, CPIക്ക് 2, മുസ്ലിം ലീഗിന് 1, രാമനാഥപുരം, BCKക്ക് 1, AIADMKക്ക് 1 എന്നിങ്ങനെയായിരുന്നു ആ 39 നില. ഇക്കുറി ഇത് മാറുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ നോക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് അടുത്തതായി പോകേണ്ടത് കർണാടകത്തിലേക്കാണ്. കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട വ്യത്യാസം അത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കർണാടകത്തിലെ കണക്ക് വന്നു കഴിഞ്ഞു. 28-ൽ BJP സ്വന്തമാക്കിയത് 25 സീറ്റുകളാണ്. ഇക്കുറി എത്ര സീറ്റുകളിലേക്ക് എത്താൻ കഴിയും? കാരണം ഇക്കുറി JDS കൂടെയുണ്ട്. അന്ന് JDSന് 1 സീറ്റാണ് നേടാൻ കഴിഞ്ഞത്. 2019 കോൺഗ്രസ് 1 സീറ്റിൽ ഒതുങ്ങി. സ്വതന്ത്രർ 1 സീറ്റ് നേടി. അതായിരുന്നു 2019. അതെ, സുമലത ഇക്കുറി BJPക്കൊപ്പമാണ്, NDAക്കൊപ്പമാണ്. അപ്പോൾ സീറ്റ് കിട്ടില്ല. മാണ്ഡ്യ ഇപ്രാവശ്യം ജനതാദൾ എസിനാണ്. അപ്പോൾ കർണാടകത്തിലെ കക്ഷിനില അങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഉണ്ണിസാറിന്റെ പ്രിയപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളാണുള്ളത്. അവിടെ YSRCP 22, അതാണ് 2019 കണക്ക്. TDP 3, 22ഉം 3ഉം 25 എന്നിങ്ങനെ നിൽക്കുന്നു. ഇത്തവണ നമുക്കറിയാം YSRCP BJPയുമായി അത്ര അകലം കാണിക്കുന്നില്ല. TDP ആകട്ടെ സഖ്യത്തിലുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കുറി അവിടെ എന്താണ് സംഭവിക്കുക എന്നതും ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നു. തെലങ്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 സീറ്റുകളുള്ള തെലങ്കാനയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് 2019 കണക്കിൽ എങ്ങനെയാണ് അന്ന് റിഫ്ലക്ട് ചെയ്തത്, അതിലെങ്ങനെയാണ് മാറ്റം വരാൻ പോകുന്നത്, അതാണ് അറിയേണ്ടത്. തെലങ്കാനയിൽ നോക്കൂ, TRSന് 9 സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. BJP 4, കോൺഗ്രസ് 3, AIMIM OICയുടെ പാർട്ടിക്ക് 1. എങ്ങനെയായിരുന്നു തെലങ്കാനയിലെ സീറ്റ് പൊസിഷൻ? ഇത്തവണ നിയമസഭയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കോൺഗ്രസിന് ലോക്സഭയിൽ ആ കുതിച്ചുചാട്ടം ആവർത്തിക്കാൻ കഴിയുമോ, അതിന് തടയിടാൻ BJPക്ക് കഴിയുമോ, അവിടുത്തെ തന്ത്രങ്ങൾ ഫലിക്കുമോ എന്നുള്ളതാണ് നമ്മൾ തെലങ്കാനയിൽ ഉറ്റുനോക്കുന്നത്. ഇതാണ് സൗത്ത് ഇന്ത്യയുടെ ഒരു കണക്ക്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യ, മിഷൻ സൗത്ത് ഇന്ത്യ വെച്ച് മുന്നോട്ട് പോകുന്ന BJPക്ക് ഈ കണക്കുകൾ മുന്നിലുണ്ട്. വലിയൊരു എഡ്ജ് എടുക്കാൻ കഴിയുന്നിടങ്ങളിൽ സഖ്യമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുമുണ്ട്. എങ്ങനെയായിരിക്കും ദക്ഷിണേന്ത്യയുടെ ഒരു മാസ്റ്റർ പ്ലാൻ?
ഈ ദക്ഷിണേന്ത്യയെക്കാളും ഞാനിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ ടാലി നോക്കുമ്പോഴേ 543 സീറ്റിൽ 52 സീറ്റുകളാണ് ആകെയുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല 10% സീറ്റ് വേണം ഓപ്പോസിഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമല്ല 2014 ചരിത്രത്തിൽ വലിയ തിരിച്ചടി. അപ്പോൾ 10% സീറ്റില്ലാതെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായിട്ട് പോലും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത 55 വേണ്ടത്, 52 സീറ്റാണുള്ളത്. അപ്പം കോൺഗ്രസ് ഇപ്രാവശ്യം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ 200ഓളം സീറ്റുകളിൽ BJPയും കോൺഗ്രസും നേരിട്ട് പോരാടുന്നുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 185 സീറ്റുകളിലും BJP വിജയിച്ചത്. 15 സീറ്റാണ് BJP ആയിട്ടുള്ള നേർക്കുള്ള ഏറ്റുമുട്ടലിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് എത്ര തുച്ഛമാണെന്ന് നോക്കണം. അപ്പം BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസിനാണുള്ളത്. മറ്റു പാർട്ടികൾ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾ, ഇപ്പോൾ DMK ആണെങ്കിലും TDP പിന്നെ വെസ്റ്റ് ബംഗാൾ തൃണമൂലാണെങ്കിലും മഹാരാഷ്ട്രയിൽ RJD പിന്നെ ബീഹാറിൽ RJD ആണെങ്കിലും പിന്നെ UPയിൽ SP ആണെങ്കിലും ഒക്കെ അവരുടേതായ റോള് വഹിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ഹാസ് ടു പെർഫോം. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നോക്കൂ, 2019 പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും കോൺഗ്രസ് BJPയുടെ ഒരു ആശയഗതിക്ക് എതിരായ രീതിയിലുള്ള ഒരു ബദൽ സൃഷ്ടിക്കുന്നതിൽ പരാജയമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു BJP ആയിട്ട് എന്ത് കാര്യം എന്നതാണല്ലോ കോൺഗ്രസിനോട് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ക്യാച്ച് ലൈൻ അതൊരു പ്രധാന ഘടകമല്ലേ? കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP അത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. കേരളത്തിൽ CPM ആ രീതിയിലൊരു പ്രചരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വരുന്നേ എന്ന് പ്രചരിപ്പിച്ചപ്പോൾ എല്ലാവരും പോയി കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇത്തവണ ആ കാര്യം തിരിച്ചറിയുന്ന LDF എന്ത് ചെയ്യുന്നു? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്നു. അപ്പോൾ BJPക്കെതിരായ വോട്ട് പോകേണ്ടത് കോൺഗ്രസിലേക്കല്ല LDFിലേക്കാണ് എന്നുള്ള ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അക്കാര്യം CPM പറയുന്നത്. ഇവിടെ പ്രധാനമായും കാണേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ടാം ഘട്ടത്തിലേക്ക് തന്നെ 40 ദിവസമേ ഉള്ളൂ. 30-ൽ ചില്ലുവാനും ദിവസങ്ങൾ മാത്രമേ ഒന്നാം ഘട്ടത്തിലേക്കുള്ളൂ. ഇനി പുതിയ ഒരു പൊളിറ്റിക്സും രൂപീകരിക്കാനില്ല. നിലവിലുള്ള രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ് വിഷയങ്ങളിൽ തന്നെ നിലവിലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് വളരെ പിന്നിലാണ്. ഈ കാര്യങ്ങളൊന്നും വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ഒന്നാമത്തെ ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസിന്റെ ആസൂത്രണത്തിൽ. ഇതിനിടയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരെയും അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക മേഖലയെ മാത്രം അഭിസംബോധന ചെയ്യുന്ന രീതിയിലായിരുന്നില്ല പ്രചരണം നയിക്കേണ്ടിയിരുന്നത്. അതിനപ്പുറത്തേക്ക് രാജ്യത്തെ മുഴുവൻ വോട്ടർമാരെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. പ്രത്യേകിച്ച് CA വരുന്നു, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വരുന്നു. ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസിന്റെ ഒരു വോയിസ് വാക്വം അവിടെ വളരെ ഇലക്ട്രൽ ബോണ്ട് വിഷയം അത് എത്രത്തോളം ആളുകളിലേക്ക് അല്ലെങ്കിൽ വോട്ടർമാരിലേക്ക് അത് എത്രത്തോളം ആ രൂപത്തിൽ അത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താന്ന് വെച്ചാല് നമുക്ക് മാധ്യമങ്ങളില്ല. ഈ മുൻകാലങ്ങളിൽ ബോഫോഴ്സ് കേസൊക്കെ ഉയർത്തി മാധ്യമങ്ങളാണ്. ആ നിലയിലുള്ള പരമ്പരാഗത മാധ്യമങ്ങൾ ഇന്ന് ഇന്ത്യയിലില്ല. അതിനെയൊക്കെ തന്നെയും കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP അവയൊക്കെ നിയന്ത്രിക്കുന്നു ഒരു പരിധിവരെ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രചരണം നടത്തേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇല്ല. മാത്രമല്ല കേരളത്തിൽ നമ്മൾ ഈ പ്രചരണം ഈ പറയുന്ന നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ പ്രചരണം നടത്തുന്നപ്പോൾ നമുക്ക് തോന്നണ്ട ഇതൊക്കെ ഉത്തരേന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന്. അതില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജിക്കൽ എറർ ഈ ഭാരത് ന്യായ യാത്രയായിരുന്നു. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് പോയാൽ നോക്കൂ, ദക്ഷിണേന്ത്യ നേരത്തെ സുജിയ പാർവതിയുടെ ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ BJP ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ പാർട്ടി ആയിട്ട് വളരണം എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയുടെയും പടിഞ്ഞാറേ ഇന്ത്യയുടെയും പാർട്ടി മാത്രമായിട്ട് RSSും BJPയും നിലനിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കിഴക്കേ ഇന്ത്യയിലേക്കും തെക്കേ ഇന്ത്യയിലേക്കും വരേണ്ടതുണ്ട്. കിഴക്കേ ഇന്ത്യയിലേക്ക് ബീഹാറിൽ ഇപ്പം പുതിയ സഖ്യമായി ജാർഖണ്ഡിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ആ നിലയിൽ കിഴക്കേ ഇന്ത്യയിൽ ഒരു പരിധിവരെ കവർ ചെയ്യാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഈ കർണാടകം കഴിഞ്ഞാൽ വേറൊരു സംസ്ഥാനമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ മാത്രമല്ല കേരളത്തിലെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്പർ ക്ലാസ് റിസൾട്ടാണ്. നിങ്ങൾക്ക് ഡൽഹിയിലെ റിസൾട്ട് പോലെ തന്നെ വേണമെങ്കിൽ കേരളത്തിൻ്റെ റിസൾട്ടിനെ കമ്പയർ ചെയ്യാം. ഇവിടെയുള്ള വോട്ടർമാർ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നതാണ് എന്ന് പൊതുവായിട്ടുള്ളൊരു ബോധമുണ്ട്.
അവിടെ BJPക്ക് ഒരു സിംഗിൾ സീറ്റ് പോലും കിട്ടുന്നില്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ എംബറാസിംഗ് ആണ് BJPയുടെ കേന്ദ്ര നാഷണൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച്. മാത്രമല്ല അതായത് പശ്ചിമ ബംഗാളിൽ 33 വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളിൽ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു, ത്രിപുരയിൽ ഭരണം പിടിക്കാൻ പറ്റുന്നു. പക്ഷേ വൈ നോട്ട് ഇൻ കേരള? അത് അവർ അവരുടെ ഒരു പ്രശ്നം ഇനി RSS പറഞ്ഞിട്ടുള്ളതും RSS വിഭാവന ചെയ്യുന്നതും BJPയുടെ ഒരംഗമെങ്കിലും ഇല്ലാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവർ 100-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എവരി സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും BJPക്ക് ഒരു റൗണ്ടപ്പിലേക്ക് പോകാനുള്ള ഓരോന്നായി പക്ഷെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ.